പാറിപ്പറക്കുന്ന വെൺമേഘവും മാനം മുട്ടുന്ന മലനിരയും പ്രണയപൂർവ്വം മുട്ടിയുരുമി ഊർന്നിറങ്ങി വരുന്ന കോടമഞ്ഞിൻ തണുപ്പിൽ സ്വയം അലിഞ്ഞുതിരുന്ന തേയിലക്കൊളുന്തിൻ്റെ സൗരഭ്യം നുകർന്ന് തഴുകി വീശുന്ന കുളിർതെന്നലിൽ മഴവില്ലഴകിൽ തെളിയുന്ന ചാറ്റൽ മഴയുടെ സംഗീതത്തിലലിഞ്ഞ് പാലരുവി ചിതറും പോലുള്ള പാറക്കെട്ടിനിടയിലൂടെ പച്ചപ്പും കോടയും കൈപിടിച്ചു വിളിക്കുന്ന കോട്ടയം ഇടുക്കി ജില്ലയിലേക്കുള്ള വാഗമണ്ണിലേക്കാണ് നമ്മുടെ ഈ യാത്ര കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് സഞ്ചാരം പോലുള്ള ഡോക്യുമെൻ്ററിയിലും മനോരമയുടെ യാത്ര പോലുള്ള ലേഖനങ്ങളുമൊക്കെ വായിക്കുമ്പം അവരുടെ എഴുത്തിൻ്റെ ഭംഗിയിൽ നമ്മൾ ആ സ്ഥലത്തു കൂടി സഞ്ചരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ലേഖനങ്ങളിൽ ആദ്യം കൊടുക്കുന്ന പച്ചപ്പിൽ മുങ്ങിയ ഗ്രാമത്തിന് കോടയുടെ വെണ്മ ബോർഡർ നൽകി തണുപ്പിൽ അരിച്ചിറങ്ങുന്ന മനസ്സിൽ കാറ്റിക്കിളിയിട്ടുണർത്തി നമ്മളെ തട്ടി വിളിക്കുമ്പോൾ മഞ്ഞിൻ്റെ കുളിരിൽ നനഞ്ഞ് ആ തേയിലത്തോട്ടത്തിൽ ഇടയിലൂടെ നാം അറിയാതെ തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടാവുമല്ലേ. പ്രകൃതിയുടെ ഫ്രെയിമിൽ നിറയുന്ന ചിത്രങ്ങൾ എന്നും മനോഹരവും ഊർജ്ജദായകവുമാണ് എനിക്കെപ്പോഴും. പാലാ വള്ളിച്ചിറയിലെ ഫേമസ് ആയ പഴംപൊരിക്കടയിൽ നിന്ന് പഴംപൊരിയും ഞങ്ങളുടെ പാലാ സ്റ്റൈലിലുള്ള കാന്താരിയും തേങ്ങയൊക്കെ ഇട്ടിച്ച് ചേർത്ത നല്ല കപ്പപ്പുഴുക്കും കഴിച്ചാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. ഞാൻ പാലക്കാരിയാണ് കേട്ടോ, പാലാ കിടങ്ങൂര്. ഇപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണ്. അവിടെ നിന്നാണ് ഈ വരവ്. ഇതുവരെ ഞാൻ ഈ കടയിലെ പഴംപൊരി ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. കാര്യം അടുത്താണെങ്കിൽ പോലും ഇപ്പോഴല്ലേ ഇതൊക്കെ ഫേമസ് ആയിട്ട് എല്ലാവരുടെയും അടുത്തെത്തിയത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നത്. നോൺ കഴിക്കില്ലാത്തത് കൊണ്ട് ആ കോമ്പിനേഷൻ ഞങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പഴംപൊരി അടിപൊളിയായിരുന്നു. കപ്പപ്പുഴുക്കും പറഞ്ഞതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിരുന്നു. പാലായിൽ നിന്ന് പൈക മുണ്ടക്കയം കുട്ടിക്കാനം വഴിയാണ് യാത്ര. അങ്ങനെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ നോക്കിയൊരു യാത്രയല്ല കേട്ടോ, സമാധാനപൂർവ്വം ഒരു തിരക്കുകളിൽ നിന്നൊക്കെയുള്ള ഒരു യാത്ര, അത്രമാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളും എൻ്റെ കൂടെ പോന്നോളൂ. മലമേലെ തിരിയിട്ട് പെരിയാറിൻ തളയിട്ട് ചിരി തൂക്കും പെണ്ണല്ലേ ഇടുക്കി.